ഈ ചാടിക്കിടന്ന് പോകുന്നത് വേറെ എങ്ങോട്ടല്ല ഗൈസ്. നല്ലൊരു കാഴ്ച കാണാനാണ് വിത്ത് മീ. വിത്ത് മീയ ഇംഗ്ലീഷ് ഒക്കെ തുടങ്ങിയല്ലേ? ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ ഈ മതിൽ ചാടിയത്. അങ്ങനെ ഞങ്ങൾ ഡബ്ലിൽ നിന്ന് ബ്രേയിലോട്ട്. ബ്രേ തൊട്ട് ഗ്രേ സ്റ്റോൺ വരെയുള്ള ഒരു ലോങ് ക്ലിഫ് വാക്ക് അത്. അത് പണ്ട് ഞാൻ പോയിട്ടുണ്ട് 2017 വന്നപ്പോൾ തന്നെ ഫുഡ് അടി തുടങ്ങി. രാവിലെ ഒന്നും കഴിക്കാതെ വന്നപ്പോൾ കിട്ടിയത് എന്തെങ്കിലും വലിച്ചു വാരി തിന്നെ. പച്ചക്കക്ക. പച്ചയല്ല, അത് ഈ മസിൽസിന്റെ ഒരു സോസ് അവർ മേക്ക് ചെയ്യും, അതിനകത്ത് മിക്സ് ചെയ്തത്. ഈ ബീച്ചിലെ കല്ലൊക്കെ എന്താ ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന് നിരത്തിയിട്ടിരിക്കുകയാണ്. അത്രയും അടിപൊളിയായിട്ട് കിടക്കാൻ. ഗവൺമെന്റിന് അതല്ലേ പണി. ഈ ഓൾമോസ്റ്റ് ഡബ്ലിലുള്ള ബീച്ചിലെല്ലാം ഇങ്ങനത്തെ കല്ലുകളുണ്ട്. കല്ല് ബീച്ചുകളാണ് മൊത്തം. നല്ല സൗന്ദര്യമുള്ള കല്ലുകളാണ്. നമ്മുടെ നാട്ടിലല്ലേ അത് കാശ് കൊടുത്ത് മേടിക്കുന്നേ. ബ്രേയും ഗ്രേ സ്റ്റോണും കൂടെ കണക്ട് ചെയ്യുന്ന ഗേറ്റ് ആയിരുന്നു. പണ്ട് ഈ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു. അപ്പം ഞങ്ങള് ബ്രേ തൊട്ട് ഗ്രേ സ്റ്റോണിന്റെ ഒരു പകുതി വരെയോളം പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഗേറ്റ് അടച്ചിട്ടേക്കുക, എന്തോ കല്ലുകൾ വീഴുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഗേറ്റിൽ നോ എൻട്രി ഒന്നും എഴുതാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, എടുത്ത് ചാടി. പോരാത്തതിന് അവിടെ കുറച്ച് ഐറിഷുകാർ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പോവാ. ആണല്ലേ, ഓക്കെ. അവര് പറഞ്ഞു നിങ്ങൾക്ക് ഓൺ റിസ്കിൽ വേണമെങ്കിൽ പോവാ, പക്ഷെ ഇവിടെ എൻട്രി ചക്കോ നമ്മൾ പെട്ട്. അത് കണ്ടപ്പോ ഞാനും പേടിച്ചു. ചക്കോല്ലേ ചോദിച്ചത് എന്താണെന്ന്. ഇതുണ്ടോ ബാർലി? വെറുതെയാണ് ഇവിടെ ബിയർ കൂടുതല്. ഇന്നാണ് മനസ്സിലായത് അയർലാൻഡിൽ ഏറ്റവും കൂടുതൽ ബാർലിയും പൊട്ടറ്റയാണ് കൃഷി ചെയ്യണമെന്ന്. അങ്ങനെ പാലക്കാട് നിന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു മലയും കടലും ഒരുമിച്ച് കാണുന്ന. അത് അങ്ങനെ അവസാനം സാധിച്ച് നേരെ റിട്ടേൺ ഡബ്ലിനിലോട്ട്. ബാക്ക് ടു ടാര സ്ട്രീറ്റ്. താരെങ്കിൽ താര.